ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യദിനങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ 50 ദിവസത്തെ നോമ്പുകാലം, പുണ്യങ്ങൾ പൂക്കുന്ന കാലം, നോമ്പുകാലം. യേശു ക്രിസ്തുവിൻ്റെ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുറിവുകൾ ധ്യാനിക്കുന്ന കാലം, ആ മുറിവിനോട് തന്നെ ചേർത്ത് വയ്ക്കുന്ന കാലം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലുമെല്ലാം യേശു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്ന കാലഘട്ടം 50 ദിവസത്തെ നോമ്പുകാലം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പുകാലം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക പ്രാർത്ഥനയും ഉപവാസവും. പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുമ്പോൾ പരിത്യാഗങ്ങൾ ഭക്ഷണകാര്യങ്ങളിൽ മാത്രമല്ല, അതെല്ലാം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, പിന്നെയോ കണ്ണിൻ്റെ ഉപവാസം പ്രഖ്യാപിക്കണം. കണ്ണുകളോട് അതിന് സുഖലബ്ധി തരുന്ന അല്ലെങ്കിൽ സുഖാസക്തി തരുന്ന എല്ലാം ഉപേക്ഷിക്കണം. കാതുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളവ ഉപേക്ഷിക്കണം. നാവ്, ഒരു വനം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ ഒരു തീപ്പൊരി മതി. ഒരു നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് മതി ഒരുവനെ തളർത്തുവാനും വളർത്തുവാനും. അപരനെ തളർത്തുവാനും വളർത്തുവാനും ഉപയോഗിക്കുന്ന ഈ നാവ്, ഈശോയെ സ്വീകരിക്കുന്ന നാവ്, ഇത് നിയന്ത്രണം ഈ 50 ദിവസത്തേക്കും അത്യന്താപേക്ഷിതമാണ്. നാവിൻ്റെ രുചികരമായ അവസ്ഥ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ കാത്, നാവ്, എല്ലാ അവയവങ്ങളും നമ്മൾ വയ്ക്കുമ്പോൾ ശരീരത്തിൻ്റെ സുഖാസക്തി, ശരീരത്തിന് സുഖം നൽകുന്നവ, ശരീരത്തിന് ജഡിക സന്തോഷത്തിൻ്റെ ഒരു ആസക്തിയിൽ നിന്നും സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, പ്രത്യേകിച്ച് മൊബൈല്, ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ, ഉപേക്ഷ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനോടൊക്കെ നമ്മൾ ഉപവാസം പ്രഖ്യാപിക്കണം. അതിന് പകരമായിട്ട് പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അതിദാരുണമായ തിരുരക്തത്തിൻ്റെ വലിയ അത്ഭുതം ഈ നാളുകളിൽ എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, സന്യാസ സമൂഹങ്ങളിൽ, വൈദിക മന്ദിരങ്ങളിൽ, ദേശങ്ങളിൽ, ഫൊറോനകളിൽ, ഇടവകകളിൽ, തിരുസഭയിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് വിശദീകരിക്കപ്പെടട്ടെ. ജോഷുവ 3:5. നിന്നെ തന്നെ വിശദീകരിക്കുക, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ബി ഹോളി ആൻഡ് ലീഡ് അതേഴ്സ് ടു ഹോളിനെസ്. ഈ പരിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നു വരാം. പരിശുദ്ധി കൊണ്ട് നിറയട്ടെ, പുണ്യങ്ങൾ പൂക്കട്ടെ. എല്ലാവരും ഈ 50 നോയമ്പിനെ ആദ്യം തന്നെ ഇതൊരു ഭാരമായിട്ടെടുക്കാതെ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടി എടുക്കുക. ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ ശരീരം കൊണ്ട് തന്നെ നമ്മൾ വീട്ടണം. പ്രിയപ്പെട്ടവരെ, പറുദീസായിലെ ശരീരത്തിൻ്റെ സുഖം, ഭക്ഷണ സുഖമായിരുന്നു, സന്തോഷത്തിൻ്റെ സുഖമായിരുന്നു, ശരീര സുഖമായിരുന്നു. ആദ്യ പാപം ജഡിക സന്തോഷത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് അതിനെ ഈ ശരീരം കൊണ്ട് തന്നെ നമ്മൾ തീർക്കണം, പരിഹാരം ചെയ്യണം. പലരും മലയാറ്റൂര് എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നവരുണ്ട്, ഈ 50 ദിവസം ഒരു ദിവസം മാത്രം പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും പോകുന്നവരുണ്ട്. മലയാറ്റൂര് നമുക്ക് വലിയൊരു പരിഹാര മാർഗമാണ്. അതുപോലെയുള്ള എല്ലാ പ്രായശ്ചിത്തങ്ങളും പരിത്യാഗങ്ങളും, ഒപ്പം മോശ കരമുയർത്തി പ്രാർത്ഥിച്ചതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.